മലപ്പുറം ജില്ലയെ വിഭജിക്കണമെന്ന SDPI ദേശീയ പ്രവർത്തക സമിതി അംഗം മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി 50 ലക്ഷം ജനങ്ങൾ താമസിക്കുന്ന മലപ്പുറം ജില്ലാ വികസനത്തിന് തിരൂർ ജില്ലാ രൂപീകരണം അനിവാര്യമായും ആവശ്യമാണെന്ന് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ആവശ്യപ്പെട്ടു. മലപ്പുറത്തിന്റെ കുതിപ്പിന് തിരൂർ ജില്ല പ്രഖ്യാപിക്കുക എന്ന പ്രമേയത്തിൽ പൊന്നാനി മണ്ഡലം പ്രസിഡന്റ് റാഫി പാലപ്പെട്ടി നയിക്കുന്ന ഡിമാൻഡ് മാർച്ചിന്റെ സമാപന പൊതുയോഗം SDPI ദേശീയ പ്രവർത്തക സമിതി അംഗം അഷ്റഫ് മൗലവി മൂവാറ്റുപുഴ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് ജനസംഖ്യയിൽ ഒന്നാമതായ മലപ്പുറം ജില്ല വികസനത്തിൽ ഏറ്റവും പിറകിലാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യവസായം, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം എന്നീ മേഖലകളിലെല്ലാം മലപ്പുറം ജില്ല വളരെ പിറകിലാണ്. ഇത് മറികടക്കാൻ മലപ്പുറം ജില്ല അനിവാര്യമായും വിഭജിക്കണം. എന്നാലേ അധികാര വികേന്ദ്രീകരണം സാധ്യമാകുകയുള്ളൂ എന്ന് അഷ്റഫ് മൗലവി പറഞ്ഞു. ഈ ഒരു അടിസ്ഥാന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ വേണം മലപ്പുറം ജില്ലാ വിഭജനം എന്ന പ്രമേയത്തെ, ആവശ്യത്തെ, ഡിമാൻഡിനെ നാം കാണാൻ. മലപ്പുറം ജില്ലയിൽ താമസിക്കുന്നവർ ആര് എന്നതല്ല പ്രശ്നം, അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ ആര് താമസിച്ചു എന്നതുമല്ല പ്രശ്നം. ഞാൻ പത്തനംതിട്ട പറയാനുള്ള കാരണം, പത്തനംതിട്ട ജില്ല വിഭജിച്ച് പത്തനംതിട്ട ജില്ല, കൊല്ലം ജില്ല വിഭജിച്ച് പത്തനംതിട്ട ജില്ല രൂപീകരിക്കണം എന്ന് പറഞ്ഞ് വലിയ പ്രക്ഷോഭങ്ങളൊന്നും ഈ കേരളത്തിൽ നടന്നിട്ടില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. കൊല്ലം ജില്ലയോട് ചേർന്ന് കിടന്നിരുന്ന ഒരു ജില്ലയായിരുന്നു പത്തനംതിട്ട ജില്ല. കരുണാകര ഗവൺമെന്റ് എന്ന് കരുണാകരനെ പിന്തുണച്ച KK നായർ, പത്തനംതിട്ടയിൽ ജയിച്ചു വന്ന KK നായർ അന്ന് കരുണാകരനെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി പറഞ്ഞ ഒറ്റ ഡിമാൻഡാണ് പത്തനംതിട്ട ജില്ല രൂപീകരിക്കണമെന്ന്. എവിടെയും ഒരു വിവാദം ഉണ്ടായിട്ടില്ല. എന്തിനാണ് പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്ന ഒരാളും ചോദിച്ചിട്ടില്ല. മണ്ഡലം വൈസ് പ്രസിഡന്റ് നസീർ പുറങ്ങ് അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി, ഡിമാൻഡ് മാർച്ച് നയിച്ച റാഫി പാലപ്പെട്ടി, ജാഫർ കക്കടിപ്പുറം, സക്കീർ CP, അഷ്റഫ് പാവിട്ടപ്പുറം, ഫസൽ പുറങ്ങ്, സഹിർ തണ്ണിത്തുറ, വിമൺ ഇന്ത്യ മണ്ഡലം പ്രസിഡന്റ് നസീമ പുറങ്ങ് തുടങ്ങിയവർ സംസാരിച്ചു. ചന്തപ്പടിയിൽ നിന്നും ആരംഭിച്ച ഡിമാൻഡ് മാർച്ചിന് അസ്ലം പുറങ്ങ്, ഷിഹാബ് പൊന്നാനി, കുഞ്ഞൻഭാവ മാസ്റ്റർ, ആമീർ, അഫ്സൽ വെളിയങ്കോട് എന്നിവർ നേതൃത്വം നൽകി. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.